നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ചും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇതെന്താ ടോട്ടലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയല്ലോ, പണ്ടത്തെ നമ്മളെന്താ ടൈം ട്രാവൽ ചെയ്തോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടായിരിച്ചിട്ട് ആ സെയിം ടീഷർട്ട് എങ്കിലും എടുത്തിട്ട് ഞാൻ ടോട്ടലി ഡിഫറെന്റ് ഔട്ട്ഫിറ്റ്, കുറച്ച് താടിയൊക്കെ വളർന്നു, മുടിയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് സിമിറ നിനക്ക് പറയണോ? അതെ, ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യില്ല, ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോ ഞങ്ങൾ എല്ലാ ഫോണും എയർപ്ലെയിൻ മോഡിലിടും. കാരണം നമ്മള് റെക്കോർഡ് ഞാൻ പറയാം, ഞങ്ങള് പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോ സെമീർ എപ്പോഴും പറയാറുണ്ട് അവിടെ ഫോണ് എയർപ്ലെയിൻ മോഡിലിട്, എന്നാലേ എന്തെങ്കിലും കോളൊക്കെ വന്ന് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യം വർക്കിൽ നമ്മള് സീരിയസ് ആണ്. അതെ, പ്രൊഫഷണലിസം. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ഫോണ് എയർപ്ലെയിൻ മോഡിൽ ഇടാറില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും എമർജൻസി കോൾ വന്നാലോ എനിക്ക് കുറെ ഉത്തരവാദിത്വങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇടാറില്ല. പക്ഷെ അതായത് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സെമീർ എന്നോട് പറഞ്ഞേ എടാ എയർപ്ലെയിൻ മോഡിലിട് എന്റെ മുന്നിന്ന്. അപ്പൊ ഞാൻ ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. ആകെ ഉള്ളത് സെഹീനാണ്. സെഹീൻ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അവൻ വർക്കിലാണ്. എൻ്റെ ആവശ്യം ഇന്നത്തെ ദിവസം ഇല്ല, വർക്കില് ഷോപ്പിൽ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഓക്കെ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഞാൻ എയർപ്ലെയിൻ മോഡ് ഞെക്കി. അപ്പൊ സെമീർ പറഞ്ഞേ പക്ഷെ എന്നാലും എനിക്കൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. എന്റെ ഫോണില് വൈഫൈ കോളിംഗ് ഉണ്ട്. അപ്പൊ വൈഫൈയിൽ കണക്ട് ആയാല് കോൾ എന്നാലും വരും. അപ്പൊ സെമീർ പറഞ്ഞേ വൈഫൈ ഓഫ് ആക്ക്. അപ്പൊ ഞാനിങ്ങനെ വൈഫൈ ഓഫ് ആക്കണോ? കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ഓഫ് ആക്കിയാൽ അത്രയും നേരം ചാർജ് നിൽക്കും. ആ ഒരു കൺസേൺ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈഫൈ ഓഫ് ആക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ വൈഫൈ ഒക്കെ ഓഫ് ആക്കണം. പിന്നെ എന്തിനാ എയർപ്ലെയിൻ മോഡിൽ ഇടുന്നതൊക്കെ വിളിച്ചു എന്നോട് സെമീർ. അപ്പൊ ഞാൻ ഓക്കെ വൈഫൈ ഓഫ് ആക്കി. അങ്ങനെ ഞങ്ങൾ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഞങ്ങള് ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു, രണ്ടാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു, മൂന്നാമത്തെ എപ്പിസോഡിന്റെ പകുതി എത്തി. അപ്പൊ നിങ്ങൾ ആലോചിക്കും 3 എപ്പിസോഡൊക്കെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ചാർജ് ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഫോൺ വരെ ചാർജിനൊക്കെ ഇട്ടിട്ടാണ് റെക്കോർഡിങ് നടക്കണേ. അങ്ങനെ മൂന്നാമത്തെ എപ്പിസോഡ് പകുതി എത്തിയപ്പോ പെട്ടെന്ന് ജയാന്റെ ഫോണിൽ റെക്കോർഡിങ് സ്റ്റോപ്പായി. അപ്പം സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ നമ്മള് സാധാരണ സ്റ്റോറേജ് ഫുള്ളാവുമ്പോ നമ്മളെ ഫോണിൽ എടുത്ത വീഡിയോ നേരെ നമ്മളെ ലാപ്പിക്ക് എയർ ഡ്രോപ്പ് ചെയ്യും, മാക്ക്. എന്നിട്ട് എയർ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാറ്. അപ്പൊ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോ എന്തായാലും ബ്ലൂടൂത്ത് ഓൺ ആക്കണമെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കണം. അതെ. അപ്പൊ ഞാൻ എന്താ എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഓൺ ആക്കിയപ്പോണ്ട് എനിക്ക് കുറേ മിസ് കോള് സെഹീന്റെ അടുത്തുനിന്ന്, കുറേ വോയിസ് മെയിൽ സെഹീന്റെ അടുത്തുനിന്ന് വാട്സാപ്പിൽ കുറേ കോള്, അതുപോലെ തന്നെ സെഹീന്റെ മെസ്സേജ് വാട്സാപ്പിൽ നീ എവിടെയാന്ന് ചോദിച്ചിട്ട് ഞാനാകെതായി. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്ത് സെഹീനെ വിളിച്ചു. സമയം രാത്രി 9:30. അതെ, ഇവൻ 7 മണിക്ക് തുടങ്ങി വിളിക്കാൻ. വൈകുന്നേരം നിങ്ങളൊക്കെ എന്ത് കാണിക്കാന്ന് ചോദിച്ചിട്ട് സെഹീനോട് ചൂടായി. ഞാൻ 7 മണി മുതൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിന്നെ കിട്ടുന്നില്ല, സെമീറിനെ കിട്ടുന്നില്ല. ഞാനാണ് ബാക്കിൽ കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് പറ്റി? അപ്പൊ സെഹീൻ പറയാ കടയില് വൻ തിരക്ക്, വിചാരിച്ചതിനെ ഒരാളെ കൊണ്ട് പറ്റണില്ല ഇവിടുത്തെ കാര്യങ്ങൾ, ഈ വേഗം വാന്ന് പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് വേഗം ഇറങ്ങി പോകാനും പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പം ആ സ്ഥലത്ത് നിന്ന് മാറി. പക്ഷെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ടൊറോണ്ടോയിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണറിന് അറിയില്ല. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടാവാറില്ല. അദ്ദേഹം പോകുമ്പോ അപ്പാർട്ട്മെന്റ് അതേപോലെ ഉണ്ട്, തിരിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ സോഫ ഒക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് പോഡ്കാസ്റ്റിന് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ സെഹിയും പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഓടാനൊന്നും പറ്റൂല. അപ്പൊ സോഫ ഒക്കെ എടുത്ത് അതിന്റെ പൊസിഷനിൽ വെച്ച് ഞങ്ങളാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന്റെ മുമ്പ് റൂമൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ എന്നിട്ട് വേഗം അത് വെച്ച് ഞാൻ എന്നിട്ട് വേഗം കാറ് കയറിപ്പോയി. അപ്പൊ സെമീർ പറയാം ഞാൻ പതുക്കെ വന്നോളാം. അപ്പൊ ഞാൻ ശരി എന്നാ ഞാൻ അങ്ങനെ പോയി. ഞാൻ അങ്ങനെ മനസ്സിൽ എനിക്കാണെങ്കിൽ ഞാനും സെഹീനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് എന്താന്ന് വെച്ചാല് സെഹീൻക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല,
എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും സഹീനും ചെയ്യില്ല എന്നാണ് നമ്മൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര ഫീലിംഗ് വണ്ടി ഓടിച്ചപ്പോ ഐ ഡിസപ്പോയിന്റഡ് സഹീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എങ്ങനെ ലോളിപോപ്പിലെ ബ്രദറും സിസ്റ്ററും നീ ആലോചിക്കുന്ന ചക്കര ഞാൻ ആലോചിക്കുന്ന ചക്കര നീ കെട്ടിയാ മതി, ഞാൻ ആലോചിക്കുന്ന പെണ്ണിനെ നീയും കെട്ടണം എന്നൊക്കെ പറയണ. അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും അത് കടയിലേക്ക് പെട്ടെന്ന് എത്തണം എന്നാണ് ഇത് എൻ്റെ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ കടയിലെത്തിയ ഉടനെ ഞാൻ വേഗം എന്തൊക്കെ ഓർഡേഴ്സ് ഉള്ളത്, അതായത് മറ്റേതൊക്കെ അങ്ങോട്ട് വേഗം ഇതാക്കാതെ വേഗം എന്തൊക്കെ ഓർഡേഴ്സ് ഉള്ളത് അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് ഒഴിവായപ്പം ആശാനെത്തി, സെമീർ. അപ്പൊ നമ്മൾ വിചാരിക്കും സെഹീൻ ഇത്ര ചൂടിലായിരുന്നു, അപ്പോൾ നമ്മൾ കേറിയിട്ട് നൈസായിട്ട് നിൽക്കാം, അറ്റ്ലീസ്റ്റ് ഒരു ഗിൽറ്റി ആയ പോലെ അഭിനയിക്കെങ്കിലും അത് ചെയ്യാന്ന്. സെമീർ കേറി വന്ന എങ്ങനെ അറിയോ, ഇങ്ങനെ ഡോറുമ കയ്യൊക്കെ വെച്ചിട്ട് വാട്സ്ആപ്പ് ബോയ്സ്. സത്യം പറയാം, ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ ഞാനിങ്ങനെ മനസ്സിൽ ഇവനൊരു സീറോ സോഷ്യൽ അവയർനെസ് എന്നുള്ള പോലെയാണ് ഇവൻ അന്നേരം. ഞാനിങ്ങനെ ക്രേപ്പ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യോ അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇവന് വാട്സ്ആപ്പ് ബോയ്സ് ഒന്നും അറിയാതെ കയറി ചെല്ലുമ്പോ ഇവിടെ കസ്റ്റമേഴ്സും കാര്യങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞ് റഷറൊക്കെ കഴിഞ്ഞാണ്. ഞാൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ സുരയുടെ എപ്പിസോഡ് കട്ട് ചെയ്തത്.